ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡമാൻ വന്നിട്ടുണ്ടെങ്കിൽ 100% കാണേണ്ട ചരിത്ര പ്രസിദ്ധമായ എന്താ പറയണ്ടേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ താളുകൾ ഉറങ്ങുന്ന സെല്ലുലാർ ജയിലാണ്. ആൻഡമാൻ വന്ന സെല്ലുലാർ ജയിൽ കാണാതെ പോയി കഴിഞ്ഞാൽ തലയില്ലാതെ പോകുന്നതിൻ്റെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ആൻഡമാൻ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ടാണ് കാലാപാനി എന്നറിയപ്പെടുന്ന സെല്ലുലാർ ജയിൽ. അപ്പോൾ നമ്മൾ സെല്ലുലാർ ജയിൽ വിസിറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അതോട് പോയാലോ? ഓക്കെ, ബാക്കി വിശേഷങ്ങൾ സെല്ലുലാർ ജയിലിൻ്റെ. അപ്പോൾ ഈ സെല്ലുലാർ ജയിലിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ നമ്മുടെ സെല്ലുലാർ ജയിലിൻ്റെ പുറത്തു നിന്ന് കാണുന്നതാണിത്. രാത്രി നല്ല അടിപൊളി എന്താ പറയുക ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ നമ്മൾ എന്തായാലും ഇടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുറത്തു നിന്നുള്ള കാഴ്ചകൾ സെല്ലുലാർ ജയിലിൻ്റെ. അപ്പോൾ നമുക്ക് അകത്തോട്ടുള്ള വിശേഷങ്ങൾ, അകത്ത് എന്തൊക്കെയാണ്, എത്ര ജയിലുകളുണ്ട് എന്നുള്ള എല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് വിവരിച്ചു തരാം. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അപ്പോൾ ഇത് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ നമ്മുടെ എൻട്രി ഇതാണ് കേട്ടോ. കയറി വരുമ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ചരിത്രമാണ് കാണിക്കുന്നത്. അതായത് സെല്ലുലാർ ജയിലിൻ്റെ ചരിത്രങ്ങളെല്ലാം അടങ്ങിയ ചെറിയൊരു എന്താ പറയുക ചെറിയൊരു മ്യൂസിയമാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇതിന് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് സെല്ലുലാർ ജയിലിൻ്റെ ബാക്കിയുള്ള എന്താ പറയണ്ടേ തടവറകളും അതിനകത്ത് എത്ര തടവറകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും തൂക്കുകയർ എവിടെയായിരുന്നു എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും തുടക്കം ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളിത് ഇപ്പോൾ ഈ കാണുന്നില്ലേ, ഇതാണ് കറക്റ്റ് നമ്മുടെ ആൻഡമാൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഇതേപോലെ 7 വശത്തേക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ സെല്ലുലാർ ജയിലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 7 വശത്തേക്ക് നീണ്ടു നിന്ന ഒരു ചരിത്രമാണ് സത്യം പറഞ്ഞാൽ ഈ സെല്ലുലാർ ജയിൽ എന്ന് പറയുന്നത്. നമ്മുടെ ലാലേട്ടനും പ്രഭുവെല്ലാം അഭിനയിച്ച കാലാപാനി എന്ന് പറയുന്ന സിനിമയിലെ അത് ഇവിടുത്തെ ചരിത്രം തന്നെയാണ് പറയുന്നത്. ആ സിനിമ ഷൂട്ട് ചെയ്തതും ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നു പ്രശസ്തമായിട്ടുള്ളത് ആ സിനിമയുടെ ഒരു പേരിലായിരിക്കും. അപ്പോൾ എന്തായാലും ആ സ്പോട്ട് ഇതാണ് എന്നുള്ളത് നിങ്ങൾ അറിയാം. നമ്മൾ കയറി വരുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ കണ്ട ആ ഒരു ബിൽഡിങ്ങില്ലേ, അതാണ് ഞങ്ങൾ ഈ കാണുന്നത്. ഇത് അന്നത്തെ കാലത്ത് അവരുടെ ഓഫീസേഴ്സിൻ്റെയൊക്കെ ഓഫീസായിരുന്നു. അതായത് ജയിലിനെ നിയന്ത്രിക്കുന്ന ഓഫീസേഴ്സിൻ്റെയൊക്കെ ഓഫീസായിട്ടാണ് ഈ മുന്നിലുണ്ടായിരുന്ന ഈ ബിൽഡിങ്. മുന്നോട്ട് വരുമ്പോൾ നിങ്ങളത് ഈ കാണുന്നതാണ് അതിൻ്റെ ഒരു 2 വശം. അതായത് നമ്മൾ നേരത്തെ കണ്ടു ഒരു 7 വശമായിട്ടാണ് ഇതിന് സത്യം പറഞ്ഞാൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 2ാമത്തെ വശം ഇതാണ്. ഇതിനകത്തൊരു സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നമ്മുടെ വീർ സവർക്കർ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. പുള്ളി ആരാണ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. ഇതിൽ മുകളിൽ റൈറ്റ് സൈഡിൽ ഇങ്ങനെ അറ്റം കാണുന്നത് ആയിരുന്നു വീർ സവർക്കറിൻ്റെ ജയിൽ തടവറ എന്നാണ് ഇവർ ഇവിടെ പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ 1906 നമ്മുടെ ഈ സെല്ലുലാർ ജയിൽ ഇവിടെ ഉണ്ടാക്കിയത്. ഇന്നത്തേക്ക് 120 വർഷം, ഇപ്പോൾ 120 വർഷം പഴക്കമുണ്ട് നമ്മുടെ ഈ സെല്ലുലാർ ജയിലിന്. ഒരുപാട് എന്താ പറയണ്ടേ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അവരുടെയൊക്കെ ഒരു ത്യാഗത്തിൻ്റെ കഥകൾ ഉറങ്ങുന്ന സെല്ലുലാർ ജയിലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ ഓരോ തടവറകളെന്ന് പറയുന്നത്. നമുക്കിതിനകത്തൊരു തടവറയിലൊന്ന് കയറി നോക്കിയാലോ. ഒരു ജയിലിനകത്ത് ഇതാണ് ഒരു ജയിൽ. ഒരുപാട് ത്യാഗങ്ങൾ നടന്നു നിൽക്കുന്ന ജയിലുകളിലൊന്നാണ് കേട്ടോ. കണ്ടോ, ഇതായിരുന്നു ഒരു ജയിലിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. ഇതിനകത്തായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ എല്ലാം കൊണ്ടിട്ടിരുന്നത്. മറ്റൊരു ജയിലിൽ കയറിയപ്പം ഇതൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. പേര് കറക്റ്റായിട്ട് ആരാന്ന് പോയതുകൊണ്ട് തന്നെ എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. പുള്ളി ഈ തടവറയിലായിരുന്നു എന്നുള്ളതും പുള്ളി കഴിച്ചിരുന്ന പാത്രം ഉൾപ്പെടെ ഇവിടെ അവർ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. അതേപോലെ തന്നെയൊക്കെയാണ് മുന്നോട്ട് പോകുന്ന ഓരോ തടവറയുവേ. ഒരു ജയിൽ ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടിപ്പുറത്ത് ജയിലിൽ കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഹോള്, ഇതിൽ കൂടെ ഭക്ഷണം കൊടുക്കുമായിരുന്നു. തൊട്ടിപ്പുറത്ത് കണ്ടോ ലോക്കർ, അതായത് ലോക്ക് ചെയ്യുന്നു. അതിൻ്റെ ഇപ്പുറത്ത് ജയിലിൽ കയറാനുള്ള ജയിലിൻ്റെ അഴികൾ. ഈ രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരുന്നത് കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജയിലിനും ഇത് കണ്ടോ ഇതേപോലൊരു അകത്തൊരു ഹോളുണ്ട്. എനിക്ക് തോന്നുന്നത് അന്ന് ഈ പറഞ്ഞ പോലെ മൂത്രം ഒഴിക്കാനോ അതേപോലുള്ള സൗകര്യങ്ങൾക്ക് മലമൂത്ര വിസർജനം എന്ന് തന്നെ പറയാം. ഇന്നത്തെ പോലത്തെ സൗകര്യങ്ങളൊന്നും ഒന്നുമില്ലല്ലോ. അത് ജയിലെന്ന് പറഞ്ഞാൽ ജയിലാണ്. ആ ഒരു സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കാം. ഇനി അല്ല വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ
എനിക്കും ഒരു പുതിയ അറിവായിരിക്കും. എൻ്റെ ഒരു ഉദ്ദേശമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ ഓരോ തടവറകളായിട്ട് നമ്മൾ ഇങ്ങനെ കണ്ട് വരുമ്പോൾ ഒരു തടവറയിലൊരു ഭൂതമുണ്ട്. കാണിച്ചു തരാവേ. ഞാൻ പിടിച്ചിട്ടിരിക്കുന്ന ഭൂതമാണ്. ഇതിനെ പുറത്ത് വിടാതെ ഇവിടെ തന്നെ ഇടണം എന്നാണ് എനിക്ക് ഇവിടുത്തെ സർക്കാരിനോട് പറയാനുള്ളത്. ഞാൻ പിടിച്ചാത്തിട്ടിരിക്കുന്നത് ഇവിടെ കിടന്നു കേട്ടാ. ഞാനങ്ങ് പോവുക. നമ്മൾ 2ാം നിലയിൽ വന്ന് കയറി. 2ാം നിലയിലെ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് തന്നെയാണ് സംഭവം. ഈ ഇരിക്കുന്ന നടുക്കിരിക്കുന്ന 2nd ഫ്ലോറിൽ കയറി വരുമ്പോഴുള്ളതാണ്. അതിനകത്ത് കറക്റ്റായിട്ട് അവർ പണിഷ് ചെയ്യുന്നുണ്ട് പിള്ളേർ. ഇതിനകത്താണ് ഇങ്ങനെ കെട്ടിയിട്ട് അടിച്ചുകൊണ്ടിരുന്നത്. അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 3rd ഫ്ലോറിൽ എത്തി. 3rd ഫ്ലോറിൽ എത്തുമ്പോൾ ഇവിടെ കിടന്നിരുന്ന ഒരുപാട് പേരുടെ ഓരോ സംസ്ഥാനം തിരിച്ചുള്ള ഓരോരുത്തരുടെ പേരൊക്കെ ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് അവരിങ്ങനെ ആലേപനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോണത് വീർ സവർക്കറുടെ ജയിലിലേക്കാണ് കേട്ടോ. ചരിത്രം പലരെയും പല രീതിയിൽ ആഖ്യാനിക്കുമ്പോഴും ഇവിടെ ഇതുപോലുള്ള വ്യക്തികളുടെയാണ് സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടേ, ബഡ്ജ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. അത് നിങ്ങൾ രാഷ്ട്രീയം പറയുക, രാഷ്ട്രീയം പറയേണ്ടവർ പറയുക. കേട്ടിട്ടുള്ള കേട്ടറിവുകളൊക്കെ വെച്ച് നമുക്ക് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും. എന്തായാലും ഇവിടെ എന്താണോ കാണിച്ചിരിക്കുന്നത്, ഇവിടെ ആരെയാണോ ഇപ്പോൾ നിലവിൽ ബഡ്ജ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പുള്ളിയുടെ റൂം എന്തായാലും കാണിച്ചു തരാമെന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് വരുന്നത് കേട്ടോ. ഒരുപാട് ധീര എന്താ പറയണ്ടേ സമര സേനാനികൾ അല്ലാതെ ഉണ്ട് ഇവിടെ. ഇതാണ് വീർ സവർക്കറിൻ്റെ ജെല്ലെന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ പുള്ളിയുടെ കിടന്ന കുപ്പായവും ഇവിടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് വീർ സവർക്കറിൻ്റെ അപ്പോൾ സെല്ല് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ബഡ്ജ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ ഒരുപാടുണ്ട് ഈ വ്യക്തിയെ കുറിച്ചിട്ട്. അതിനപ്പുറം എന്തായാലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്ന് മാത്രം വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പലർക്കും പലതാണ്. പലരും പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തിരുന്ന വ്യക്തിയാണെന്ന്. അതിനുള്ള തെളിവുകളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ ഇവരിവിടെ ബഡ്ജ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. രാഷ്ട്രീയ അഭിപ്രായങ്ങളും അതിനുള്ള സാധൂകരിക്കുന്ന കാരണങ്ങൾക്കും പലരും പല രീതിയിലാണ്. എന്തായാലും ഇവിടെ ഇതെന്തായാലും ഉണ്ട്, വീർ സവർക്കറിൻ്റെ റൂം എന്നും പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സെല്ലുലാർ ജയിലിൻ്റെ ഏറ്റവും മുകളിൽ ടോപ്പിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതേ പുറത്തോട്ട് കാണാൻ പറ്റുന്നത് ആ കാഴ്ചയാണല്ലോ, അപ്പുറത്തെ ദ്വീപ്. അതാണ് റോസ് ഐലൻഡ് എന്ന് പറയുന്നത്. അതായത് അന്നത്തെ കാലത്ത് നമ്മുടെ ഈ ബ്രിട്ടീഷുകാരുടെ താമസ സ്ഥലം അതായിരുന്നു റോസ് ഐലൻഡ് എന്ന് പറയുന്നത്. അവരൊരു വെൽ പ്ലാൻഡ് ആണെന്നുള്ളത് തന്നെ ഇതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. കാരണം കണ്ടില്ലേ, അവർക്ക് അവിടെ നിന്ന് നോക്കിയാൽ കറക്റ്റ് ജയിലിൻ്റെ പരിസരങ്ങളും കൃത്യമായിട്ട് വീക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാലത്ത്. ഇതായിരുന്നു അന്നത്തെ കാലത്ത് അവിടെ തടവുകാരുടെ ജോലി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ എണ്ണ ആട്ടുന്ന ജോലിയായിരുന്നു അവർക്ക് കൊടുത്തിരുന്നത്. ആ എണ്ണ ആട്ടുന്ന അന്നത്തെ ചർക്കയോ അങ്ങനെ എന്തോ പറയത്തില്ലേ, ആ സാധനമാണിത്. ഇവിടുന്നാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ജയിലിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ. അത് വലിയൊരു കഥയാണ്. കാരണം അവർ പറഞ്ഞ എമൗണ്ട് ഓഫ് എണ്ണ അവർക്ക് ചെയ്യാൻ പറ്റാതെ വരികയും അതിനോട് പിന്തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തടവുകാർ ഒരുപാട് അക്രമാസക്തരാകുകയും ചെയ്ത ഒരു സമയത്താണ് അവരെ ജയിലിലേക്ക് പാർപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് അന്നത്തെ ബ്രിട്ടീഷുകാർ അവരുടെ ഐഡിയ മാറ്റിയത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നെ സെല്ലുലാർ ജയിൽ ഉണ്ടായി എന്നുള്ളതൊക്കെ അവിടുത്തെ ചരിത്രമാണ് പറയുന്നത്. അപ്പം അത് ആണ് നമ്മൾ ഈ ഒരു ചെറിയ റൂമിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഇത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മുകളിൽ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു രീതി ഇതാണ്. ഈ രീതിയിലായിരുന്നു അവരെ ശിക്ഷിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് വരാൻ നേരത്ത് നമ്മുടെ അവിടുത്തെ തടവുകാരുടെ ഡ്രസ്സ് യൂണിഫോം അത് കൃത്യമായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോന്നും ഓരോ രീതിയിലാണ്. എനിക്ക് തോന്നുന്നു ഓരോ കാറ്റഗറി അനുസരിച്ചായിരിക്കും ഓരോരുത്തരെയും ഓരോ രീതിയിൽ അവരുടെ തടവുകാരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അതെല്ലാം അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് തടവുകാരുടെ നോർമൽ ഡ്രസ്സാണെങ്കിൽ ഈ കാണുന്നത് അവരുടെ പണിഷ്മെൻറ്റ് ഡ്രസ്സാണ്. അവരുടെ പണിഷ്മെൻറ്റ് ഡ്രസ്സാണ് അവർ സെപ്പറേറ്റ് ആയിട്ട് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ രണ്ടും അവിടെ കറക്റ്റായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ ആ എണ്ണ ആട്ടുന്നതിൻ്റെ ഫുൾ സെറ്റിംഗ് ആണ് അവർ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. തേങ്ങ കൊത്തി അതിനകത്തിട്ട് അത് കറക്കി എണ്ണയാക്കി അങ്ങനെ ഫുൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഏകദേശം സെല്ലുലാർ ജയിലിൻ്റെ ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ തൂക്ക് കയർ എവിടെയാണോ ആ ഒരു സ്പോട്ടിലേക്കാണ് കേട്ടോ. അപ്പം സെല്ലുലാർ ജയിലിൻ്റെ കഴിമരമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരേ സമയത്ത് 3 പേരെ വരെ തൂക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ ആ കഴിമര സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ആ ഒരു ലിവർ അവരെ നിർത്തുന്ന സ്ഥലം, ഈ ലിവർ വലിക്കാൻ നേരത്തെ ഇത് അകത്തോട്ട് പോകുന്നതാണെന്ന് നമുക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഏകദേശ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പം ഇതായിരുന്നു അവരുടെ കഴിമരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതിൻ്റെ ടോപ്പ്
ആണെങ്കിൽ ഇത് അതിൻ്റെ ബോട്ടമാണ്, ഇതാണ് അതിൻ്റെ താഴ്ഭാഗം. അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ബോഡി താഴേക്ക് വരേണ്ട ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഇതിൻ്റെ താഴത്തേക്ക് ഇറങ്ങാം. ഈ മുകളിൽ കാണുന്ന ഇത് ഓപ്പൺ ആവും. ഇത് ഓപ്പൺ ആയിട്ട് ഈ പറയുന്ന അവിടം വഴി നേരെ ബോഡി താഴത്തോട്ട് വരും, ഹാങ് ആവും. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെ. എന്തായാലും അതിൻ്റെ ഒരു ഡയറക്റ്റ് വേർഷൻ നമുക്ക് എന്തായാലും കാണാൻ പറ്റി. പക്ഷേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ചരിത്രം ഇങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരാളെപ്പോലും തൂക്കി കൊന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത് അവരുടെ ഉദ്ദേശം അവിടെ എന്തായാലും ഇവർ പാർപ്പിച്ചിരിക്കുന്ന ആ കുറ്റവാളികൾക്ക്, നമുക്കത് കുറ്റവാളികളെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും അവരുടെ രീതിയിൽ കുറ്റവാളികൾക്കിടെ ഇടയിൽ ഒരു ഭീതി ഉണ്ടാക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ നിരവധി പേര് അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഈ തൂക്കിലേറ്റിയല്ല, അല്ലാതെയുള്ള യാതനകൾ അനുഭവിച്ചും പീഡനങ്ങൾ അനുഭവിച്ചും ഒക്കെയാണ്. പക്ഷേ അതിനവിടെ തൂക്കി ആരെയും കൊന്നിട്ടില്ല എന്നുള്ളതാണ് ഈ അവിടുത്തെ ചരിത്രങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ അതും കൂടെ കണ്ടു കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ സെല്ലുലാർ ജയിലിൻ്റെ ഏകദേശ കാഴ്ചകളൊക്കെ അവസാനിക്കും. അപ്പം ഇത്രയും വലിയ ഒരു ചരിത്രം ഉറങ്ങുന്ന സെല്ലുലാർ ജയിൽ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആൻഡമാനിൽ വന്നാൽ മസ്റ്റ് വിസിറ്റിംഗ് സ്പോട്ടാണ്. അപ്പോൾ സെല്ലുലാർ ജയിലിൻ്റെ വിശേഷങ്ങൾ ഇതോടുകൂടി അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്ത് ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.